അകപടരുകയായി കലിവിടുകയായി കാലം നിശ്ചലമാകും അടഞ്ഞ മിഴികൾ കടലായി മാറുമ്പോ മായാലോകം മനസ്സിൽ നിന്നും തുടരുകയായി ജപം പടുകയായി എല്ലാം കനവായി മാറും വരം നേടുകയായി നീളമൊഴുകുകയായി കാമം കടലായി മാറും ചിരമ്പുളിനാദം കാതിരുന്നും മായാലോകം മനസ്സിൽ നിന്നും Bravo answering, over. General Hospital admit ചെയ്ത ജോർജി മാത്യു എന്ന പ്രതി രക്ഷപ്പെട്ടു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഓവർ. ജോർജി മാത്യു ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓവർ. ലൊക്കേഷൻ തരാൻ പറ്റുമോ? ഓവർ. സർ, ആ ജോർജ്, ആ ഭ്രാന്തൻ ജോർജ് ജിഎച്ചിൽ നിന്നും ചാടിപ്പോയി. അയാൾ പക്ക ക്രിമിനലാണ് സർ. മനസ്സിലായി. ജിഎച്ചിലേക്ക് PC അശോകനല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ സാർ. അവൻ ആ PC അശോകനെ അടിച്ചിട്ടു. തലയിൽ 8 സ്റ്റിച്ചുണ്ട്. ഈ ജോർജ് ഒരു സൈക്കോയാണ്. ഒറ്റയ്ക്ക് നടക്കുന്നവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ആക്രമിക്കുന്നതിന് ഒരു സന്തോഷം, അതേ പ്ലഷർ ഇവൻ അനുഭവിക്കുന്നുണ്ട്. വിനോദൊരു കാര്യം സാർ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിലാണ് ഇവൻ ചാടി ഇറങ്ങിയത്. സാർ, അപ്പോൾ എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ വിത്തിനോ അവനെ കസ്റ്റഡിയിലെടുക്കണം. ഈ ഫ്ലാറ്റ്സ്, ഹോസ്പിറ്റൽ, സ്കൂൾസ്, അവിടെയെല്ലാം റൗണ്ട്സ് ഇറങ്ങാനായി ഇപ്പോൾ തന്നെ സ്റ്റേഷൻ വിളിച്ച് പറയണം. സാർ, അപ്പോൾ ആ റെസിഡൻസ് അസോസിയേഷൻകാർ വിവരം അറിയിച്ചാലോ? ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയും. സ്റ്റേഷനിൽ റൈറ്റർ ഉണ്ടല്ലോ, പുള്ളിയെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമുക്കൊരു റൗണ്ട്സിന് പോവാം. ഓക്കെ സാർ. ഇനി അടുത്ത വെള്ളിയാഴ്ച വന്നാൽ മതി. ശരി ഡോക്ടർ. May I come in, madam? Come in. But do you have an appointment? ഇല്ല ഡോക്ടർ. Then I can't help you. Look, mister, ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. I have to go. പ്ലീസ് ഡോക്ടർ, ഏകദേശം 28 കിലോമീറ്റർ ഡോക്ടറെ കാണാൻ മാത്രം യാത്ര ചെയ്ത് വന്നതാ. അല്പം ലേറ്റായി പോയി. ഡോക്ടർ, I am Sajikumaar, engineer from IIT Kanpur.
പ്ലീസ് ഹെൽപ്പ് മീ. Okay. Only 5 minutes. Please take your seat. താങ്ക്സ് ഡോക്ടർ. പറയൂ, എന്താണ് താങ്കളുടെ പ്രോബ്ലം? Please tell me. It is getting late. ഞാൻ വളരെ വറീഡാ ഡോക്ടർ. കാരണം? എൻ്റെ ഭാര്യ മരിച്ചു. ആൻഡ് ഐ ആം മിസ്സിംഗ് ഹെർ എ ലോട്ട്. I am sorry. Oh, really sorry. എന്ത് പറ്റിയതാ? ഉഫ്, എൻ്റെ തല എന്താ വേദന. എന്നെ ആരോ അടിച്ചു. യെസ്, എന്താ കാരണം? എന്താ ഡോക്ടർ? എങ്ങനെയാണ് ഭാര്യ മരിച്ചത്? ആരുടെ ഭാര്യ ഡോക്ടർ? നമ്മൾ താങ്കളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ മാരീഡ് അല്ല ഡോക്ടർ. ഹേ ഡോക്ടർ, പുറത്തൊരാൾ നമ്മളെ വാച്ച് ചെയ്തിരിക്കുകയാണ്. ബി കെയർഫുൾ. ഏയ്, അതെ ഡോക്ടർ, ഞാൻ അയാളെ കണ്ടു. അതുകൊണ്ടാ പുറത്തിറങ്ങിയത്. ഓക്കെ, ഇന്നിനി കൗൺസിലിംഗ് നടക്കില്ല. മിസ്റ്റർ കുമാർ, താങ്കൾ നാളെ വരൂ. അതെങ്ങനെ ശരിയാവും ഡോക്ടർ? ഐ ഹാവ് ടു ടെൽ സംതിങ് ടു യു. യു മേ പ്ലീസ് ഗോ. നിൽക്കാനാ പറഞ്ഞത്. പോയാൽ പിന്നെ മരണമാണ്. വീട്ടിൽ അവനുണ്ട്. നോ. സോറി, ഞാൻ കണ്ടില്ല. എന്തു പറ്റി മാഡം? വല്ലാതെ അപ്സെറ്റ് ആയിരിക്കുന്നല്ലോ. നത്തിങ്. നത്തിങ്? ഷുവർ. യാ, ബട്ട് ഒരാൾ എന്നെ molest ചെയ്യാൻ ശ്രമിച്ചു. ഹീസ് നോട്ട് നോർമൽ. മേ ബി എ സൈക്കോ. മേ ബി. ഇപ്പോഴിവിടെ ആരുമില്ല. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോവാം. പ്ലീസ് കം വിത്ത് മീ. അയാളാണ്. ഓക്കെ. സ്റ്റോപ്പ്. സോ റേഞ്ച് ഇല്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ആദ്യം കെയർടേക്കറിനെ കാണണം, പിന്നെ സെക്യൂരിറ്റി. രണ്ടുപേരും തികച്ചും കെയർലെസ് ആണ്. ഐ ലോസ്റ്റ് മൈ ബാഗ്. അത്യാവശ്യമാണ്. ഞാൻ എടുത്തിട്ട് വരാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ. ഞാനിപ്പോൾ വരാം. നോ, അപകടമാണ്. അയാൾ അവിടെയുണ്ട്. ഡോണ്ട് ബി എ ഫൂൾ.
ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ലേ? ഇവിടെ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ? ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. എന്താണ് കെയർടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. യു പ്ലീസ് ഡോണ്ട് ഷൗട്ട് അറ്റ് മീ. ഞാൻ മാഡത്തിന്റെ സെർവൻ്റ് അല്ല. മാഡം, നമ്മുടെ സെക്യൂരിറ്റി ആരോ അപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് തലക്കടിച്ച് വീഴ്ത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഡോണ്ട് ക്രൈ, കൂൾ, ബി കൂൾ. സംഗതി അല്പം സീരിയസ് ആയതിനാൽ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ വരും. മാഡത്തിന് എന്ത് പറ്റിയതാ? എന്നെ അയാൾ തന്നെ ആകണം സെക്യൂരിറ്റിയെയും. എൻ്റെ ഫ്രണ്ട് 8th ഫ്ലോറിലുണ്ട്. പ്ലീസ് ഹെൽപ്പ് ഹിം. ഓക്കെ മാഡം, ഞാനിപ്പോൾ തന്നെ എമർജൻസി അലാറം അടിക്കാം. താമസക്കാരെല്ലാം പുറത്തു വരും. നമുക്ക് അന്വേഷിക്കാം. വരൂ, ഓഫീസിൽ പോവാം. പ്ലീസ് കം. പോലീസ് അവർ വന്നു. സാർ, ഇവിടുത്തെ സെക്യൂരിറ്റി ആരും ആക്രമിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഡോക്ടറിനെയും മാഡത്തിന്റെ ഫ്രണ്ട് 8th ഫ്ലോറിൽ ആ ക്രിമിനൽ അവിടെ കാണുമെന്നാണ് മാഡം പറയുന്നത്. എന്ത് പറ്റി മാഡം? വിനോദ്, 8th ഫ്ലോറിൽ പോവാം. യെസ് സർ. യു ഷുഡ് കം വിത്ത് us. ഓക്കെ. ഞാനൊരു കൗൺസിലിംഗ് സെന്റർ നടത്തുന്നുണ്ട്. ഇയാൾ അവിടെ വന്നതാ. അല്പം കഴിഞ്ഞപ്പോൾ വയലന്റ് ആയി. പക്ഷെ എന്നെ ഒരു സ്ട്രേഞ്ചർ ഹെൽപ്പ് ചെയ്തു. അയാൾ ബട്ട് ഹീസ് ട്രാപ്ഡ് ദേർ. എങ്ങനെ? പുള്ളിയുടെ ബാഗ് മറന്നുപോയി. അതെടുക്കാനായി തിരിച്ചു പോയതാ. ഇതുവരെ വന്നില്ല. അയാൾ ഞങ്ങൾ അന്വേഷിക്കുന്ന ജോർജ് ആണെങ്കിൽ ഡോക്ടർ, നിങ്ങളൊരു ലക്കി കേളാണ്. യു ഹാവ് സേവ്ഡ് യുവർ ലൈഫ്. 3 കൊലപാതകം ഉൾപ്പെടെ 8 ക്രിമിനൽ കേസിലെ പ്രതിയാണ് അയാൾ. ഓ ഭാഗ്യം. സ്റ്റഫ് അടിച്ച് വെട്ടായതാണ്. സർ, ഇവിടെ വെച്ചാണ് അയാൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്. മാഡത്തിന്റെ ഫ്രണ്ട് അവിടെയാണ് ഞങ്ങൾ കൂട്ടിയിടിച്ച് വീണത്. പുള്ളിയുടെ ബാഗും അവിടെ തന്നെ വീഴാനാണ് സാധ്യത. ആ പേഷ്യന്റ് അയാളെ കണ്ടാൽ തന്നെ പേടിയാകും. തടിച്ചു കൊഴുത്തൊരു ഭ്രാന്തൻ നായെ പോലെയാണ്. ഒരിക്കൽ കണ്ടാൽ ആരും മറക്കില്ല. ഇയാളാണോ ജോർജി, ഞങ്ങൾ അന്വേഷിക്കുന്ന ക്രിമിനൽ സൈക്കോ? ഡോക്ടർ, എന്ത് പറ്റി? ആർ യു ഓക്കെ? ഡോക്ടർ, പുറത്തൊരാൾ നമ്മളെ വാച്ച് ചെയ്തിരിക്കുകയാണ്. ബി കെയർഫുൾ. Please tell me, what happened? I can't believe it. What happened, madam? വിനോദ്, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരും. അപ്പോൾ അയാൾ പറഞ്ഞാണ് സത്യം. ആരാ? എന്താ? എന്ത് പറ്റിയതാ? ഉഫ്, എൻ്റെ തല, എന്താ വേദന. എന്നെ ആരോ അടിച്ചു. ഒരു പക്ഷേ അയ്യോ, സാർ, ഇവിടെയെങ്ങും ആരുമില്ല. സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞ് കൂടുതൽ ഫോഴ്സ് വരുത്താം. ആദ്യം ഡോക്ടറിനെ വീട്ടിലെത്തിക്കണം. ഓക്കെ സാർ. വരൂ ഡോക്ടർ. ഓക്കെ. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം ഡോക്ടർ. ഓക്കെ, നോ താങ്ക്സ്.
എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വന്നാൽ പ്ലീസ് കോളസ്. ഓക്കെ, ഷുവർ, താങ്ക്സ്. ലിഫ്റ്റ് പ്ലീസ്. ഏ